കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കും നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തീർക്കും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ. കാരണം അനിയൻ്റെ ഫസ്റ്റ് ഗ്രൂമിൻ്റെ വർക്കായിരുന്നു ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ അവൻ എൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വർക്ക് എങ്ങനെയൊക്കെ അടിപൊളിയാക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളും പിന്നെ ഞാൻ അവന് കുറേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ ഫസ്റ്റ് വർക്കല്ലേ, ഒന്ന് പതറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് കേട്ടോ. അത്രയും വലിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, ബിഗിനേഴ്സിന് ഇച്ചിരി പേടിയും ടെൻഷനും ഒക്കെ കാണുമെന്നുള്ള കാര്യം എനിക്കും അറിയാം. അപ്പോൾ അതുപോലെ അവന് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ഭക്തിമാർഗ്ഗം ആയിക്കോട്ടെ എന്ന് കരുതി ഷോപ്പിൽ വന്നിട്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കേട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഗ്രൂം വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫേസ് ആയിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം തന്നെയാണ് ചേട്ടാ ചെയ്തത് മേക്കപ്പ്. അപ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടി തന്നെയാണ് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് എന്താവും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അവനെ നോക്കുമ്പോഴേക്കും എനിക്ക് ആ ടെൻഷൻ മാറുന്നു എന്നുള്ളൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക്. കാരണം അവന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അവനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവനുണ്ടായിരുന്നു. ആ വർക്ക് ചെയ്ത ടൈമിൽ എനിക്കത് കാണാൻ പറ്റി. കാരണം എന്നോട് ഒരു കാര്യങ്ങളും അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൻ കറക്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാവേജാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഹെയർ സെറ്റിങ് അവൻ ഇച്ചിരി ഹെയർ സെറ്റിങ് എങ്ങനെ കൊടുക്കാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അധികം ടെൻഷൻ കൊടുത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂമിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും പുള്ളിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അവർ നല്ല രീതിയിൽ നല്ല അഭിപ്രായം പറഞ്ഞിട്ടാണ് കേട്ടോ മടങ്ങിപ്പോയത്. അപ്പോൾ ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. കാരണം അവൻ്റെ ഫസ്റ്റ് വർക്കാണ്, ഫസ്റ്റ് വർക്കിന് ഇത്രയും കോൺഫിഡൻസോട് കൂടി ഇത്രയും നല്ലൊരു റിസൾട്ട് തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും അവനും തന്നെ നല്ല ഭയങ്കര ഹാപ്പി ആയിരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചക്കലത്തെ ഫുഡ് എടുക്കണം. അങ്ങനെ പോയപ്പോഴേക്കും ബ്രദർ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറപ്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെയാണ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നേരെ ഷോപ്പിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നേ. ഷോപ്പിൽ ചെന്നപ്പോൾ ഒരു കുട്ടി ഹെയർ കട്ടിങ് വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാനും സാധിച്ചിട്ട് കഥയും പറഞ്ഞിരുന്നപ്പോഴാണ് ആ 1 മണിക്കൂർ മാത്രം ഉറക്കം കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഉറക്കത്തിലായിരുന്നു കേട്ടോ. പിന്നെ അവസാനം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചുണർത്തിയാണ് കേട്ടോ ഫുഡ് കൊടുത്തത്. അപ്പോൾ ഈ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു സ്പായും കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്പായും കഴിഞ്ഞ് പിന്നെ ഒരു ത്രെഡിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി ഒന്ന് ലേറ്റായിട്ടാണ് വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.